സോളാർ കേസിൽ സലിം രാജിന്റെ മൊഴി വന്നിരിക്കുന്നു. അതായത് തന്റെ ഫോണിൽ നിന്ന് ഉമ്മൻചാണ്ടി സരിതയുമായി സംസാരിച്ചിട്ടുണ്ട്. നേരെ തിരിച്ച സരിതയും ഉമ്മൻചാണ്ടിയുമായി തന്റെ ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ സലിം രാജിന് മൊഴി നൽകിയിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ നൽകാനായി രാജേന്ദ്രൻ തത്സമയം ചേർന്നുണ്ട്. രാജേന്ദ്രൻ, ഈ സോളാർ കേസിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിന്റെ ഓഫീസും നടത്തിയ ഇടപെടലുകളിലേക്ക് കൂടുതൽ എത്തുന്നതാണോ ഇപ്പോൾ സലിം രാജ് നൽകിയിരിക്കുന്ന ഈ മൊഴി? തീർച്ചയായിട്ടും വളരെ നിർണായകമായ മൊഴികളാണ് സലിം രാജ് ഇപ്പോൾ സോളാർ കമ്മീഷൻ മുമ്പാകെ നൽകുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം സലിം രാജിൻ്റെ മൊഴി അത് വളരെ നിർണായകമാണ്. കാരണം സോളാർ വിവാദം കേരളം ആകെ കത്തിപ്പടർന്നിരുന്ന ആ ഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒന്നായിരുന്നു സലിം രാജും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സരിതയുമായുള്ള ബന്ധം. സലിം രാജ് ഇരുവർക്കും ഇടയിൽ ഒരു ഇടനിലക്കാരൻ എന്ന രീതിയിൽ അനുവർത്തിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ വിശ്വസനായിരുന്നു സലിം രാജ്. അതുകൊണ്ട് തന്നെ ഈ കമ്മീഷൻ മുമ്പാകെ സലിം രാജ് നൽകുന്ന മൊഴി വളരെ നിർണായകമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നിപ്പോൾ സലിം രാജ് നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി എന്ന് പറയുന്നത് തൻ്റെ ഫോണിലൂടെ സരിത മുഖ്യമന്ത്രിയുമായും സരിത മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായും ഉമ്മൻചാണ്ടി സരിതയുമായും സംസാരിച്ചു എന്നതാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ താൻ മുഖ്യമന്ത്രിയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കെ സരിതയുമായി മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് സംസാരിക്കേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ തൻ്റെ ഫോണിൽ നിന്ന് സരിതയെ വിളിച്ച് അങ്ങനെയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സംസാരിച്ചിരുന്നത് എന്നാണ് കമ്മീഷൻ മുമ്പാകെ ഒരു ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞത്. നേരെ തിരിച്ചും പല ഘട്ടത്തിലും സരിതയും താനും കൂടി ഒരുമിച്ചിരിക്കുന്ന ഘട്ടത്തിൽ തൻ്റെ ഫോണിൽ നിന്ന് സരിത ഉമ്മൻചാണ്ടിയെ വിളിച്ചിരുന്നു എന്നും ഇപ്പോൾ സലിം രാജ് മൊഴി നൽകിയിരിക്കുന്നു. ഇതോടുകൂടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആദ്യഘട്ടത്തിലെല്ലാം പറഞ്ഞിരുന്നത് സരിതയെ താൻ അറിയുകയില്ല, സരിതയുമായി താൻ ഫോണിലൂടെ സംസാരിച്ചിട്ടില്ല എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നത്. ഇത് പൂർണ്ണമായും തെറ്റാണെന്ന് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുന്നു. സലിം രാജ് എന്ന് പറഞ്ഞാൽ മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, പോലീസുകാരനായിരുന്നു, ഉമ്മൻചാണ്ടിയുടെ സുരക്ഷാ സംവിധാനത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. അതുകൊണ്ട് തന്നെ സലിം രാജ് നൽകുന്ന മൊഴിക്ക് വളരെ നിർണായകമായ പ്രാധാന്യമുണ്ട്. ഇതോടുകൂടി ഇനിയും താൻ ഒരിക്കലും തന്നെ സലിം രാജ് മുഖേന സരിതയുമായി ഫോണിലൂടെ സംസാരിച്ചിട്ടില്ല എന്ന ഒരു പ്രതിരോധം തീർക്കാൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സാധിക്കില്ല എന്ന് ഇതോടുകൂടി വന്നിരിക്കുന്നു. അതേസമയം സലിം രാജിനോട് കമ്മീഷൻ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ADGP ആയിരുന്ന ഹേമചന്ദ്രൻ ഇതിനെപ്പറ്റി താങ്കളോട് ചോദിച്ചിരുന്നു എന്നതാണ്. അതായത് സലിം രാജിൻ്റെ ഫോൺ മുഖേന ഉമ്മൻചാണ്ടിയും സരിതയും തമ്മിൽ സംസാരിച്ചിരുന്നോ എന്ന് ADGP ഹേമചന്ദ്രൻ ചോദിച്ചിരുന്നു എന്നൊരു ചോദ്യം മുന്നോട്ട് വെച്ചപ്പോൾ അതിന് സലിം രാജ് നൽകിയ മറുപടി ഇങ്ങനെയാണ്: ADGP ഹേമചന്ദ്രൻ തന്നോട് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇത്തരമൊരു ചോദ്യം ചോദിച്ചിട്ടില്ല, എന്നാൽ ഞാൻ അദ്ദേഹത്തോടെ ഈ കാര്യം പറഞ്ഞിരുന്നു, എന്നാൽ അക്കാര്യങ്ങൾ തൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയതായി കണ്ടില്ല. ഇതോടുകൂടി മറ്റൊരു കാര്യം കൂടി വ്യക്തമായിരിക്കുന്നു. ഈ സോളാർ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ADGP ഹേമചന്ദ്രനെയാണ് അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിവരം സലിം രാജ് നൽകിയിട്ടും ADGP ആയിരുന്ന ഹേമചന്ദ്രൻ അന്ന് ഇത് സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്താനേ തയ്യാറായില്ല. അതായത് സോളാർ കേസ് അട്ടിമറിക്കാൻ അന്ന് അന്വേഷണ ചുമതല ഉണ്ടായിരുന്ന ADGP ഹേമചന്ദ്രൻ കൂട്ടുനിന്നു എന്നും ഇതോടുകൂടി വ്യക്തമായിരിക്കുന്നു. ഇത്തരത്തിലുള്ള വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ സോളാർ കമ്മീഷനിൽ നിന്നും വന്നിരിക്കുന്നത്. മറ്റൊരു ചോദ്യം ചോദിച്ചത് സരിത നായരുടെ ഫോണിൽ നിന്നും സലിം രാജിനെ വിളിച്ച് ഉമ്മൻചാണ്ടിയുമായി സംസാരിച്ചിരുന്നു, തിരിച്ച് ഉമ്മൻചാണ്ടി താങ്കൾ മുഖാന്തരം സരിതയെ സംസാരിച്ചിരുന്നു നേരത്തെ തന്നെ പറഞ്ഞതാണ്. സംസാരിച്ചിരുന്നു എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സലിം രാജ് വ്യക്തമാക്കി. രാജേന്ദ്രൻ, ഒരു നിമിഷം, ഇപ്പോൾ ഉമേഷ് കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ഉമേഷ്, ഈ മൊഴി സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വളരെ വേഗത്തിൽ വ്യക്തമാക്കൂ. മനു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴിയാണ് വന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സരിതയുമായി ഇതുവരെ ഫോണിൽ സംസാരിച്ചിട്ടില്ല എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വാദം. എന്നാൽ അത് പൊളിക്കുന്ന ഒരു മൊഴിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ഗൺമാനായിരുന്ന സലീം രാജിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് കമ്മീഷൻ വളരെ കൃത്യമായി തന്നെയാണ് സലീം രാജിനോട് ചോദിച്ചത്. നേരത്തെ ഇന്റലിജൻസ് ADGP ആയിരുന്ന സെൻകുമാർ ഈ ഫോൺ വിളി സംബന്ധിച്ച ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണം നടക്കുന്ന വേളയിൽ സലീം രാജിന്റെ മൊഴി നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് സലീം രാജിന്റെ മൊഴിയെടുത്തത്. ആ മൊഴിയെടുത്ത വേളയിൽ ഇത്തരത്തിൽ സരിത സലീം രാജിനെ വിളിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയുമായി സംസാരിക്കാനായിരുന്നോ എന്ന ചോദ്യം സെൻകുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായോ എന്നൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. എന്നാൽ ഇന്റലിജൻസ് ADGP ആയിരുന്ന സെൻകുമാറോ
പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായിരുന്ന ഹേമചന്ദ്രനോ അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചില്ലെങ്കിൽ കൂടിയും താൻ അത്തരത്തിൽ അത് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും അവരോട് പറഞ്ഞിരുന്നു. എന്നാൽ അക്കാര്യങ്ങളൊന്നും തന്നെ ഈ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്തിയതായി കണ്ടില്ല എന്നാണ് ഇപ്പോൾ സലീം രാജ കമ്മീഷൻ മൊഴി നൽകിയത്. അപ്പോൾ വീണ്ടും കമ്മീഷൻ എടുത്തു ചോദിക്കുകയുണ്ടായി. ലളിതാ നായരുടെ ഫോണിൽ നിന്നും സലീം രാജിനെ വിളിച്ച് ഉമ്മൻചാണ്ടിയുമായി സംസാരിച്ചിരുന്നു. തിരിച്ച് അത്തരത്തിൽ ഉമ്മൻചാണ്ടി സലീം രാജ് മുഖാന്തരം സരിതയുമായി സംസാരിച്ചിരുന്നു എന്നാണ് കമ്മീഷൻ വളരെ വ്യക്തമായി ചോദിച്ചത്. അതിന് സലീം രാജ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തന്നെ പറയുകയുണ്ടായി. അത്തരത്തിൽ ഉമ്മൻചാണ്ടി സംസാരിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സലീം രാജ് കമ്മീഷനിൽ മൊഴി നൽകിയിരിക്കുന്നത്. അത് ഏതൊക്കെ അവസരത്തിലായിരുന്നു അത്തരം വിളികൾ എന്നും കമ്മീഷൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ ഡ്യൂട്ടിയിലുള്ള സമയത്തും അല്ലാത്ത സമയത്തും എല്ലാം തന്നെ ഇത്തരത്തിൽ വിളിക്കുമായിരുന്നു. അഥവാ താൻ ഡ്യൂട്ടിയിൽ ഇല്ലാത്ത സമയത്താണ് ഇത്തരത്തിൽ സരിത വിളിക്കുന്നതെങ്കിൽ അപ്പോൾ ആരാണ് ഉമ്മൻചാണ്ടിയുടെ കൂടെ ഉണ്ടായിരുന്നത് അയാളുടെ ഫോൺ നമ്പർ കൈമാറുകയാണ് ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് ജിക്കുമോൻ അടക്കമുള്ളവർ ഉമ്മൻചാണ്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന സമയമാണെങ്കിൽ ജിക്കുമോന്റെ നമ്പറാണ് കൊടുക്കാറുള്ളത്. എന്തായാലും ഇപ്പോൾ സലീം രാജ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നത് സരിത വിളിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയോട് സംസാരിക്കാൻ തന്നെയായിരുന്നു എന്ന കാര്യം ഇപ്പോൾ കമ്മീഷനിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. മനു, ശരി ഉമേഷ്, കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. ഉമേഷിലേക്ക് വീണ്ടും എത്താം. രാജേന്ദ്രൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. അതായത് ഉമ്മൻചാണ്ടിയുടെ സന്തത സഹചാരി ആയിരുന്നു സലീം രാജ്. ആ സലീം രാജാണ് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. തന്റെ ഫോണിൽ നിന്ന് സരിതയെ വിളിച്ചിട്ടുണ്ട്. ഒപ്പം സരിത തന്റെ ഫോണിൽ നിന്ന് ഉമ്മൻചാണ്ടിയെയും വിളിച്ചിട്ടുണ്ട്. ഞാനിതുവരെ സരിതയുമായി ഫോണിൽ സംബന്ധിയുടെ വാദങ്ങൾ ഇവിടെ പൊളിഞ്ഞ് വീഴുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് ADGP ഹേമചന്ദ്രനോട്, അന്ന് അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥനോട് പറഞ്ഞിരുന്നു. അദ്ദേഹം അത് സ്റ്റേറ്റ്മെന്റിൽ രേഖപ്പെടുത്താൻ തയ്യാറായിരുന്നുമില്ല. എത്രമാത്രം ഉന്നതമായ ഇടപെടൽ കേസിൽ നടന്നിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ മൊഴിയിലെ കാര്യങ്ങൾ. തീർച്ചയായിട്ടും ADGP ഹേമചന്ദ്രൻ മാത്രമല്ല, ഹേമചന്ദ്രൻ അന്വേഷിച്ചിരുന്നത് ഈ കേസിനെ സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്. ആ ഹേമചന്ദ്രന് മുമ്പാകെ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടും ഉമ്മൻചാണ്ടി തൻ്റെ ഫോണിലൂടെയാണ്, മൊബൈൽ ഫോണിലൂടെയാണ് സരിതയുമായി സമ്പർക്കം പുലർത്തിയിരുന്നത് എന്ന് പറഞ്ഞിട്ട് അത് രേഖപ്പെടുത്താൻ തയ്യാറായില്ലെന്ന് പറഞ്ഞാൽ ഒരു കേസന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അതോടുകൂടി അട്ടിമറിക്കപ്പെട്ടു എന്നതാണ്. തീർച്ചയായിട്ടും ഇത് ADGP ഹേമചന്ദ്രനെതിരെയുള്ള വളരെ വലിയ ഒരു വെളിപ്പെടുത്തലാണ് എന്ന് പറയാം. ഇതുകൂടാതെ സെൻകുമാറിനെതിരെയുമുണ്ട്. സെൻകുമാർ അന്ന് ആദ്യഘട്ടത്തിൽ പീപ്പിൾ TV ഈ കേരളത്തെ തന്നെ പിടിച്ചുകുലക്കിയ, കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആ വാർത്ത ബ്രേക്ക് ചെയ്തതിന് ശേഷം അതിനെ തുടർന്ന് സർക്കാർ ഏറ്റവും ആദ്യം ഫോൺ സംഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ ചുമതലപ്പെടുത്തിയിരുന്നത് അന്നത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മേധാവിയായിരുന്ന സെൻകുമാറിനെയായിരുന്നു. സെൻകുമാറിനോട് ഈ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് നൽകിയ മറുപടിയും അതെ, ഇത് സെൻകുമാറിനെയും അറിയിച്ചിരുന്നു, സെൻകുമാറിനെ ചോദിച്ചിരുന്നു, സെൻകുമാറിനെയും ഈ കാര്യം ഇങ്ങനെ. അതിന് കൃത്യമായ ചോദ്യം ഇതാണ്. ഇന്റലിജൻസ് ADGP ആയിരുന്ന സെൻകുമാർ ഫോൺ വിളി സംബന്ധിച്ച് അന്വേഷണം നടത്തിയപ്പോൾ സരിത സലീം രാജിനെ ഫോണിൽ വിളിച്ചിരുന്നത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയായിരുന്നു എന്ന് സെൻകുമാർ ചോദിച്ചിരുന്നു. ഈ ഒരു ചോദ്യമാണ് മുന്നോട്ട് വെച്ചത്. അതിന് സലീം രാജ് നൽകിയ മറുപടി അങ്ങനെ ഒരു ചോദ്യമേ ഉന്നയിച്ചിട്ടില്ല എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ്, അന്നത്തെ നമ്മുടെ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ത്രെഡ് എന്ന് പറയുന്നത് തന്നെ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് തന്നെ ഇവർ തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണമാണ്. അത്തരത്തിലുള്ള ഒരു ചോദ്യം പോലും അന്ന് സെൻകുമാർ ചോദിക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ സെൻകുമാറും അതുപോലെ ADGP ഹേമചന്ദ്രനും ഈ കേസ് അട്ടിമറിക്കാനായി നടന്ന എല്ലാ ശ്രമങ്ങൾക്കും കൂട്ടുനിന്നു. അതിനനുസൃതമായ രീതിയിൽ തെളിവുകൾ സൃഷ്ടിച്ചു എന്നാണ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസനായി അറിയപ്പെടുന്ന സലീം രാജിൻ്റെ ഈ മൊഴികൾ വ്യക്തമാക്കുന്നത്. ഇത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തിയതാണ്. കടപ്ലാമറ്റത്തെ പരിപാടിയിൽ ജലനിധിയുടെ പരിപാടിയുടെ അവിടെ വെച്ച് സരിത ഉമ്മൻചാണ്ടിയെ കണ്ട ഒരു അതിൻ്റെ തെളിവുകൾ സഹിതം, ഫോട്ടോ സഹിതം നമ്മൾ വെളിപ്പെടുത്തിയിരുന്നു. ഇതിനെക്കുറിച്ച് കമ്മീഷന്റെ ചോദ്യം ഇതായിരുന്നു: ഉമ്മൻചാണ്ടി കേരളത്തിനകത്ത് വിവിധ പരിപാടികൾ പങ്കെടുക്കാനായി പോകുമ്പോൾ താങ്കൾ കൂടി ഉള്ള അവസരങ്ങളിൽ സരിത ഉമ്മൻചാണ്ടിയെ കണ്ടതായി അറിയുമോ? ഇതിന് സലീം രാജ് നൽകിയ മറുപടി ഇങ്ങനെയാണ്: ഉമ്മൻചാണ്ടി പങ്കെടുക്കുന്ന പരിപാടികളിൽ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ സരിതയെ കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി നേരിട്ട് കണ്ടതായി തനിക്കറിയില്ല. കടപ്ലാമറ്റത്തെ ജലനിധി പരിപാടിയിൽ കാണികളുടെ കൂട്ടത്തിൽ സരിത ഉണ്ടായിരുന്നു. അതായത് ഉമ്മൻചാണ്ടി പങ്കെടുക്കുന്ന പരിപാടികളിൽ സരിതയെ കണ്ടിട്ടുള്ളതായും സലീം രാജ് അവിടെ മൊഴി നൽകിയിരിക്കുന്നു. ഈ തെളിവുകളെല്ലാം നമ്മൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ, ഈ മൊഴികളെല്ലാം കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ഒന്ന്, ഉമ്മൻചാണ്ടിയും സരിതയും തമ്മിൽ വളരെ അടുത്ത ബന്ധമായിരുന്നു. ഇടയ്ക്കിടെ ഫോണിൽ സംസാരിക്കാൻ മാത്രമുള്ള അടുത്ത ബന്ധമായിരുന്നു.
ഉമ്മൻചാണ്ടിയെ കാണുന്നതിനായി ഉമ്മൻചാണ്ടി പങ്കെടുത്ത പരിപാടികളിൽ സരിത പതിവായി എത്താറുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇതിനെ മറ്റ് സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള മറ്റു തെളിവുകളുമായി കൂട്ടിയോജിക്കുമ്പോൾ ഈ തെളിവുകളുടെ പ്രാധാന്യം വളരെ വലുതാണ്. രണ്ടാമത്തെ കാര്യം, സോളാർ കേസ് അട്ടിമറിക്കപ്പെട്ടത് എങ്ങനെയെന്നതിലേക്ക് കൃത്യമായി വിരൽ ചൂണ്ടുന്ന തെളിവുകളാണ്. ഇതിനകത്ത് ADGP ഹേമചന്ദ്രനോട് അങ്ങോട്ട് പറഞ്ഞിട്ടും അദ്ദേഹത്തോട് അങ്ങോട്ട് പറഞ്ഞിട്ട് പോലും ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. മറ്റൊന്ന്, ഇന്റലിജൻസ് മേധാവിയായിരുന്ന സെൻകുമാർ ആവട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു ചോദ്യവും സലിം രാജിനോട് ചോദിക്കാനും തയ്യാറായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് സോളാർ കേസുമായി ബന്ധപ്പെട്ട് സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിധി വന്നു കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തെ ശിക്ഷിച്ചു കഴിഞ്ഞു, ഒരു കോടതി ശിക്ഷിച്ചു കഴിഞ്ഞു. ആ വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി അത് പരിഗണിക്കാൻ കോടതി തയ്യാറായില്ല. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതിൻ്റെ തുടർച്ചയെന്ന രീതിയിലാണ് ഇപ്പോൾ കൂടുതൽ ശക്തമായ തെളിവുകൾ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി ആവട്ടെ കോൺഗ്രസിനകത്ത് ഇപ്പോൾ കൂടുതൽ ദുർബലനാകുന്നു. നമ്മളത് DCC പ്രസിഡന്റുമാരുടെ പട്ടികയെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇന്നിപ്പോൾ ദില്ലിയിൽ നടന്ന UDF സംഘടിപ്പിച്ച ആ ഒരു പരിപാടിയിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു അസാന്നിധ്യം ഉണ്ടായി. ഒരു വശത്ത് കോൺഗ്രസിനകത്ത് അദ്ദേഹം ദുർബലനാകുന്നു, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസനായ സലിം രാജു പോലും ഉമ്മൻചാണ്ടിക്ക് ദോഷകരമാവുന്ന രീതിയിലുള്ള മൊഴികൾ നൽകാൻ തയ്യാറാവുന്നു. മൂന്നാമത്, ഈ സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ കൂടുതൽ ശക്തമായ ഒരു നിമിഷം, ശ്രീ A. റഹീം കൂടി CPIM നേതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ റഹീം, സലിം രാജ് സോളാർ കമ്മീഷന് മുമ്പിൽ മൊഴി നൽകിയിരിക്കുന്നു. അതായത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി തന്റെ ഫോണിൽ നിന്ന് സരിതയെ വിളിച്ചിട്ടുണ്ട്, സരിത തിരിച്ച് തന്റെ ഫോണിൽ നിന്ന് ഉമ്മൻചാണ്ടിയെയും വിളിച്ചിട്ടുണ്ട്. അത് ഉമ്മൻചാണ്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റു പലരുടെയും ഫോണിലേക്കായിരുന്നു, ജോപ്പൺ, ജിക്കുമോൻ അടക്കമുള്ളവരുടെ ഫോണിലേക്കായിരുന്നു. ഉമ്മൻചാണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞിരുന്നത്, ഞാൻ സരിതയെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല, എൻ്റെ പരിപാടികളിൽ ചിലപ്പോൾ അവർ വന്നിട്ടുണ്ടാകാം, അതിന് ഞാൻ ഉത്തരവാദിയല്ല എന്നൊക്കെയായിരുന്നു. അതൊക്കെ പൊളിഞ്ഞു വീഴുകയാണോ ഇവിടെ? സോളാർ കമ്മീഷനും അതിനെ തുടർന്നുണ്ടാകുന്ന അന്വേഷണവും എല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മഞ്ഞുമലയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് എന്ന് തോന്നിപ്പിക്കും വിധമാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഉമ്മൻചാണ്ടി ഇക്കാര്യത്തിൽ ആവർത്തിച്ച് ആദ്യമേ തന്നെ കള്ളം പറയുകയായിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയൊരു അഴിമതിയായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള വലിയൊരു ശ്രമമായിരുന്നു യഥാർത്ഥത്തിൽ സോളാർ. അതിന്റെ പിന്നിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അദ്ദേഹത്തിന്റെ താല്പര്യാർത്ഥം ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. സരിത മുൻപോട്ട് വരുന്നതിന് മുൻപായിരുന്നു ഈ ബാംഗ്ലൂർ വ്യവസായി കുരുവിളയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉമ്മൻചാണ്ടിയെ സമീപിക്കുന്നത്. കുരുവിളയുടെ പരാതിയും ബാംഗ്ലൂർ നടക്കുന്ന അന്യായവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ നോക്കൂ, അത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതൊരു വലിയ കനി പോലെ കണ്ടെത്തി ഈ പദ്ധതി ഈ വലിയൊരു അഴിമതിയുടെ സ്രോതസ്സായി മനസ്സിലാക്കി വികസനം എന്ന പേര് പറഞ്ഞ് കേരളത്തിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് ഈ സോളാർ പദ്ധതി നടപ്പിലാക്കി അതിലൂടെ കോടികൾ കൊയ്യാനുള്ള ലക്ഷ്യമായിരുന്നു. അത് വളരെ കൃത്യമാണ്. ആദ്യം കുരുവിള വരുന്നു. കുരുവിളയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ അവസാനിച്ചു കഴിയുമ്പോഴേക്കും സരിത രംഗത്ത് വരുന്നു. നിങ്ങൾ നോക്കൂ, ഇതിൽ എത്രയോ കാര്യങ്ങൾ ഇനിയും വെളിപ്പെടുത്തപ്പെടാനുണ്ടാകും. ഇവിടെ ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരു കാര്യം സോളാർ കമ്മീഷന്റെ പ്രസക്തിയാണ്. സോളാർ കമ്മീഷൻ ഉണ്ടായത് LDF നടത്തിയ ഒരു മഹാസമരത്തിലൂടെയാണ്. അന്ന് ആ സമരത്തെ വിമർശിച്ചവരുണ്ട്, സമരം പാതിപടിയിൽ ഉപേക്ഷിച്ചു എന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് സോളാർ കമ്മീഷനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രഹരവും ഓരോ തിരിച്ചറിവും വെളിപ്പെടുത്തലുമെല്ലാം തന്നെ അന്ന് ആ സമരത്തെ അപഹസിച്ചവർക്കുള്ള മറുപടി കൂടിയാണ്. മുഖ്യമന്ത്രി രാജിവെക്കുക, സോളാർ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണം നടത്തുക, ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, രണ്ട് മുദ്രാവാക്യങ്ങളായിരുന്നു ആ സമരത്തിലുണ്ടായിരുന്നത്. അതിൽ രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ട മുഖ്യമന്ത്രിയുടെ രാജി ഒഴികെ അന്വേഷണവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലാണ് ആ സമരം അവസാനിച്ചത്. അന്ന് ആ സമരത്തിന്റെ ഉൽപ്പന്നം കൂടിയാണ് ഇനി പുറത്തു വരുന്ന വാർത്ത, ഇനി വരാനിരിക്കുന്ന വാർത്തകൾ, പുറത്തു വരാനിരിക്കുന്ന തെളിവുകൾ. ഇതെല്ലാം ആ സമരത്തിന്റെ ഉൽപ്പന്നമാണ്. അപ്പോൾ അതിന്റെ അർത്ഥം ഒരു പ്രതിഷേധവും വിഫലമാകുന്നില്ല എന്നാണ്, ഒരു സമരവും വിഫലമാകുന്നില്ല എന്നാണ്. അന്ന് അഴിമതിയുടെ ചെളിക്കുള്ളിൽ നിൽക്കുമ്പോഴും ആ സമരം പരാജയപ്പെട്ടു പോയി എന്ന് വാദിക്കാനും അങ്ങനെ അപഹസിക്കാനും പരിശ്രമിച്ചവർക്കുള്ള മറുപടി കൂടിയാണിത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ മറുപടി പറയണം. ഒരു അഴിമതി കേസിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പണാപഹരണവുമായി ബന്ധപ്പെട്ട് വാഗ്ദാനം ലഭിച്ചതിന്റെയും ചതിച്ചതിന്റെയും പേരിൽ ഒരു കോൺഗ്രസ് നേതാവ്, ഒരു മുൻ മുഖ്യമന്ത്രി ശിക്ഷിക്കപ്പെട്ട് ബാംഗ്ലൂർ കോടതിയിൽ നിന്നും വിധി പുറത്തു വന്നു. എന്നിട്ടൊക്കെ കോൺഗ്രസിന്റെ നേതൃത്വം, ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ മിണ്ടുന്നില്ല. KPCCയെ കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ല, കാരണം KPCCയുടെ ശക്തി എന്ന് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ കോൺഗ്രസിനൊരു ദേശീയ നേതൃത്വം ഉണ്ടോ? അവരിക്കാര്യത്തിൽ അവരുടെ പ്രതികരണം എന്താണ്? കോൺഗ്രസിന്റെ അപജയത്തിന്റെ തന്നെ കാരണം ഇത്തരം കാര്യങ്ങളിലെല്ലാം എടുക്കുന്ന
ഈ സമീപനമാണ്, അഴിമതിയോടുള്ള വിട്ടുവീഴ്ചയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി അഴിമതിയോട് വിട്ടുവീഴ്ച കാണിക്കാൻ പാടില്ല. കോൺഗ്രസ് അഴിമതിയോട് വിട്ടുവീഴ്ച കാണിക്കുന്നതിന്റെ തുടരെ ഉണ്ടാകുന്ന തെളിവ് കൂടിയാണ് ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ AICCയുടെ ഭാഗത്തുണ്ടാവുന്ന മൗനം. ഇത് സലിം രാജ് കമ്മീഷന് മുമ്പിൽ കൊടുത്ത ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വമാണ് പ്രതികരിക്കേണ്ടത്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം അറിയാൻ കൗതുകമുണ്ട്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ അന്ന് ഓർക്കുന്നുണ്ട്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് സോളാർ കമ്മീഷന് മുൻപിൽ മാരത്തൺ മൊഴിയെടുപ്പ് അദ്ദേഹത്തിന് നടത്തി. ഒരു മുഖ്യമന്ത്രി ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം നമ്മുടെ ചരിത്രത്തിൽ തന്നെ അങ്ങനെ ഒരു മൊഴിയെടുപ്പിന് വിധേയനാകുന്നത്. അതിനുശേഷം പുറത്തിറങ്ങി വന്ന അദ്ദേഹം ഒരു ക്രെഡിറ്റ് പോലെ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതായത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതെനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും എല്ലാം ചെയ്തത്. പക്ഷേ അന്നും ചില ടെലിഫോൺ രേഖകൾ കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഇല്ലാത്ത ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. എത്രമാത്രം ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പ്രസക്തി ഇവിടെ അപ്രസക്തമാകുന്നു ഈ വെളിപ്പെടുത്തൽ വരുമ്പോൾ? അല്ല, ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസിന്റെ പുനഃസംഘടനയിൽ പോലും അത് വളരെ വ്യക്തമാണ്. ഉമ്മൻചാണ്ടി എന്നത് കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തമല്ലാത്ത ഒരു കഥാപാത്രമായി അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഉമ്മൻചാണ്ടി വിഭാഗത്തെ വല്ലാതെ ചൂടുപിടിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ പ്രശ്നം ജനങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുന്നവർ, തങ്ങളുടെ നേതൃത്വത്തിൽ നിൽക്കുന്നവർ അവർ വിശുദ്ധരായിരിക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ജനാധിപത്യത്തിനുള്ള പുഴുക്കുത്താണ് ഇതെല്ലാം. അത് സ്വാഭാവികമായും അത്തരം പ്രവണതകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടെടുക്കണ്ടേ? ഒരു പാർട്ടിയിൽപ്പെട്ട അസംഖ്യം ആളുകളുണ്ടാകും, അതിലേതെങ്കിലും ഒരാൾ നേതൃത്വത്തിൽ നിൽക്കുന്നവരാകട്ടെ അല്ലാതെ ആകട്ടെ, കുഴപ്പമോ കുറ്റമോ കാണിച്ചാൽ ആ കുഴപ്പങ്ങളോടും കുറ്റത്തിനോടുമെല്ലാം തന്നെ സർക്കാർ ഒരു പാർട്ടിക്ക് ദേശീയ നേതൃത്വത്തിൽ ഒരു നിലപാട് വേണ്ടേ? കോൺഗ്രസ് എന്ന സംഘടന, കോൺഗ്രസ് എന്ന പാർട്ടി, ആ പാർട്ടിക്ക് ഇക്കാര്യത്തിലുള്ള നിലപാടെന്താണ്? ആ നിലപാടാണ് ഞങ്ങൾ അറിയാൻ വേണ്ടി കൗതുകപ്പെടുന്നത്. ആ നിലപാടാണ് പറയേണ്ടത്. ഉമ്മൻചാണ്ടി എന്നത് കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന താങ്കളുടെ നിഗമനം പൂർണ്ണമായി ശരിയാണ്. അത് ഓരോ ദിവസം കഴിയുന്നോറും അദ്ദേഹത്തിന്റെ കുരുക്ക് മുറുകുകയാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ മന്ത്രിസഭയിൽ നടന്ന മുഴുവൻ അഴിമതികളുടെയും ഉത്തരവാദിത്വം പല ഘട്ടങ്ങളിൽ ഉമ്മൻചാണ്ടി ഏറ്റെടുത്തിരുന്നു. എല്ലാറ്റിന്റെയും ഉത്തരവാദിത്വം എനിക്ക് കൂടിയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഉയർന്നു വന്ന ആരോപണങ്ങളുടെ എല്ലാം പങ്ക് അദ്ദേഹം കൂടി നേരിട്ട് അവകാശപ്പെടുന്നുണ്ടായിരുന്നു. ഈ ഉമ്മൻചാണ്ടി അത് ഒരു കൂട്ടുകച്ചവടമായിരുന്നു. കഴിഞ്ഞ 5 വർഷം കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി ഭരണമായിരുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ കേരളത്തിൽ തീരെ ദുർബലമായി മാറിക്കഴിഞ്ഞതിന്റെ പ്രധാന കാരണവും അത് തന്നെയാണ്. പക്ഷേ തെറ്റിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കാതെ വീണ്ടും വീണ്ടും കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വം തീരെ ദുർബലമാകുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് ദുർബലമാകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാണുന്നത്. ജനങ്ങളോട് കോൺഗ്രസ് നേതൃത്വമാണ് ഇക്കാര്യത്തിൽ പറയേണ്ടത്. തീർച്ചയായിട്ടും പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതിനകത്ത് ADGP ഹേമചന്ദ്രനോടാണ് ഈ കാര്യങ്ങൾ സലിം രാജ് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു സ്റ്റേറ്റ്മെന്റായി രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ അന്ന് രേഖപ്പെടുത്തിയ സ്റ്റേറ്റ്മെന്റിൽ ഈ കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ രേഖപ്പെടുത്താനോ ഹേമചന്ദ്രൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയുടെ കാലത്താണ് അത് നടന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയും. ശ്രീ റഹീം, നിയമം മുഴുവൻ ഉമ്മൻചാണ്ടിയുടെ വരച്ചിട്ട വഴിയിലൂടെയാണ് പോയത്. എല്ലാ കാര്യങ്ങളും അങ്ങനെയായിരുന്നു. അഴിമതി കാര്യത്തിൽ എന്തായിരുന്നു? അവർക്ക് പ്രലോഭനങ്ങളും ഭീഷണിയുമായിരുന്നല്ലോ ഉദ്യോഗസ്ഥർക്ക്. അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത ആൾക്കാരെ, അവരുടെ വഴിയിൽ വരച്ച വഴിയിൽ നിന്നവരെ, അവർ പറഞ്ഞ നിയമത്തിന്റെ വഴിയിൽ നിന്നവരെയെല്ലാം അവർ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. അവർക്ക് പുതിയ പദവികൾ കൊടുത്തു. ആരൊക്കെയാണോ നിയമത്തിന്റെ വഴിക്ക് നിന്നത്, നിയമത്തെ ഭയപ്പെട്ട് നിന്നത്, ആ നിയമാനുസൃതം പോയ ഉദ്യോഗസ്ഥരെ നാട് കടത്തി, അവരെ ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ ആയിരുന്നല്ലോ കഴിഞ്ഞ 5 വർഷം കേരളം കണ്ടത്. ശരി, നന്ദി ശ്രീ റഹീം ഞങ്ങളോട് സംസാരിച്ചതിന്, ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. രാജേന്ദ്രൻ, എത്രമാത്രം നാണക്കേടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? അതായത് ഒരു മുഖ്യമന്ത്രി അദ്ദേഹം ഭരണത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ വരിക, തെളിവുകൾ സഹിതം വരിക, പക്ഷേ അതൊക്കെ നിഷേധിക്കുകയായിരുന്നു. തെളിവുകൾ സഹിതം വന്നിട്ട് തെളിവുകൾ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞിട്ട് തെളിവുകൾ വരുമ്പോൾ അത് നിഷേധിക്കുക. ഞാൻ പങ്കെടുക്കുന്ന പരിപാടികളിൽ ചിലപ്പോൾ സരിത വന്നിട്ടുണ്ടാകാം, അതിന് ഉത്തരവാദി ഞാനല്ല, അതിന് ഞാൻ എന്തു ചെയ്യാനാണ് എന്നൊക്കെയാണ് അന്ന് ചോദിച്ചിരുന്നത്. അതിനൊക്കെ മറുപടി വരികയാണ് ഇപ്പോൾ. എന്തുകൊണ്ട് സരിത ആ പരിപാടികളിൽ വന്നിരുന്നു? നമ്മൾ പുറത്തുവിട്ട ആ ഫോട്ടോ, ജലനിധിയുടെ പരിപാടിയിലെ ആ ഫോട്ടോയ്ക്കൊക്കെയുള്ള ഉത്തരം കൂടിയാണ് ഇപ്പോൾ ഈ നൽകുന്ന മൊഴികൾ. തീർച്ചയായിട്ടും മനു, ഇതിനകത്ത് ഇതിൻ്റെ വസ്തുതകൾ, സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, ആ ഇടപാടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങൾക്ക് കൂടുതൽ സാധുത നൽകുന്ന, ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ, തെളിവുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ആരോപണങ്ങളെല്ലാം ശരിയാണെന്നതിന്
സാധൂകരണം നൽകുന്ന തെളിവുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സലിം രാജിൻ്റെ എല്ലാം തന്നെ മൊഴി അതാണ് വ്യക്തമാക്കുന്നത്. അത് ആ സോളാർ കേസുമായി ബന്ധപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ഇതേ സലിം രാജ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഘട്ടത്തിൽ ഈ തട്ടിപ്പിനിരയായവരെല്ലാം തന്നെ അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയെ നേരിൽ ചെന്ന് കണ്ട് ഈ സലിം രാജിനെതിരെ പരാതി കൊടുത്തപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി അവരോട് പറഞ്ഞൊരു കാര്യം, ഒരു കാരണവശാലും താനിത് വിശ്വസിക്കില്ല. കാരണം സലിം രാജ് എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വന്തം മകനെ പോലെയാണ്. ഈ അത്തരത്തിലുള്ളൊരു വിശദീകരണമാണ് അന്ന് ഉമ്മൻചാണ്ടി നൽകിയിരുന്നത്. ആ ഉമ്മൻചാണ്ടിക്കെതിരെ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസനായ സലിം രാജ് ഇപ്പോൾ ഇതേ രീതിയിൽ മൊഴി കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു. അതിൻ്റെ കാരണം ഈ കോൺഗ്രസിനകത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിലും എല്ലാം തന്നെ ഉമ്മൻചാണ്ടി കൂടുതൽ ദുർബലനാവുന്നു എന്നതിൻ്റെ ഒരു തിരിച്ചറിവ് കൂടിയാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ ബംഗളൂരു കോടതി സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഉമ്മൻചാണ്ടിയെ ശിക്ഷിച്ചു. ഈ ശിക്ഷിച്ചതിന് ശേഷം അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലും സർവോപരി ദേശീയ രാഷ്ട്രീയത്തിലും അദ്ദേഹം കൂടുതൽ ദുർബലനായി. ദേശീയ രാഷ്ട്രീയത്തിൽ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഉമ്മൻചാണ്ടിയിൽ നിന്നുണ്ടായ വിശ്വാസം അത് നഷ്ടമായി കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. കാരണം നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം വളരെ വളരെ ചുരുങ്ങിയതായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനു മുമ്പ് നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ അതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കേരളത്തിൽ നല്ല വിജയമാണ് കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നേടിയത്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിൽ ഉമ്മൻചാണ്ടിയിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കെല്ലാം ഉണ്ടായപ്പോഴും ഉമ്മൻചാണ്ടിയെ സംരക്ഷിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറായിരുന്നത്. എന്നാൽ ഇപ്പോഴാവട്ടെ ഹൈക്കമാൻഡിൽ ഉമ്മൻചാണ്ടിയിൽ പഴയ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ DCC അധ്യക്ഷരുടെ പുതിയ പട്ടിക തയ്യാറാക്കിയപ്പോൾ വളരെ ബോധപൂർവം ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിനും ഒരു ശക്തമായ സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗ്രൂപ്പിനെ ചരിത്രത്തിൽ ആദ്യമായി ഗ്രൂപ്പിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എന്ത് പുനഃസംഘടന നടന്നാലും അതിനകത്ത് ഈ പകുതിയോ ഈ ഭാരവാഹിത്വങ്ങൾ. രാജേന്ദ്രൻ, ഒരു നിമിഷം. ഇപ്പോൾ ശ്രീ PC ജോർജ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ PC ജോർജ്, താങ്കൾ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കാണാം, എങ്ങനെ പ്രതികരിക്കുന്നു? നമ്മുടെ കമ്മീഷനിലെ സിറ്റിംഗ് ഉണ്ടായിരുന്നു, ആ കാര്യം വല്ലതാണോ ചോദിക്കുന്നത്? അതായത് ഇപ്പോൾ സലിം രാജ് മൊഴി നൽകിയിരിക്കുന്നു കമ്മീഷന്റെ സിറ്റിംഗിൽ. അതായത് തന്റെ ഫോണിൽ നിന്ന് ഉമ്മൻചാണ്ടി സരിതയെ വിളിച്ചിട്ടുണ്ട്, നേരെ തിരിച്ച് സരിത തന്റെ ഫോണിൽ നിന്ന് ഉമ്മൻചാണ്ടിയെ സരിതയും വിളിച്ചിട്ടുണ്ട് എന്ന് സലിം രാജ് മൊഴി നൽകിയിരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള പ്രതികരണമാണ് ചോദിച്ചത്. അത് സത്യമാണ്. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു, 30 പ്രാവശ്യം പറഞ്ഞ കാര്യമാണല്ലോ. എങ്കിൽ പോലും ഇപ്പോൾ ഒരു കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത ആളാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. അതേന്ന് സലീം രാജ് വളരെ വ്യക്തമായിട്ട് സലീം രാജ് ഉമ്മൻചാണ്ടിയായിട്ടുള്ള എല്ലാത്തിലും സലീം രാജ് പങ്കാളിയാണ്. ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പങ്കാളിത്തമുള്ള ഒരാളാണ് സലീം രാജ്. ആ സലീം രാജ് സത്യം പറയണമെന്നാണ് ഞാൻ അന്ന് പറഞ്ഞു. ഇപ്പൊ സലീം രാജ് സത്യം പറഞ്ഞിരിക്കുന്നു. വളരെ നന്നായി, സത്യം പുറത്തറിയട്ടെ, സത്യം കമ്മീഷനിൽ പറയട്ടെ, അത് നന്നായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റു വിശദാംശങ്ങളൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ അന്ന് പറഞ്ഞപ്പോൾ എന്നെ തെറ്റിദ്ധരിച്ചൊരു ഇപ്പൊ ശരിയാണെന്ന് അംഗീകരിക്കുമല്ലോ എന്നൊരു നന്ദി മാത്രം എനിക്ക് പറയാനുണ്ട്. 1-2 കാര്യങ്ങൾ കൂടി ചോദിച്ചാൽ ഉത്തരം പറയില്ലേ? തീർച്ചയായിട്ടും. അതായത് നമ്മുടെ ADGP ആയിരുന്ന ഹേമചന്ദ്രനോട് അന്ന് ഇക്കാര്യം സലിം രാജ് പറഞ്ഞിരുന്നു. ഇങ്ങനെ സരിത ഉമ്മൻചാണ്ടിയെ തന്റെ ഫോണിലൂടെ വിളിച്ചിട്ടുണ്ട്, നേരെ തിരിച്ച് ഉമ്മൻചാണ്ടി തിരിച്ചും വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഒരു സ്റ്റേറ്റ്മെന്റായി രേഖപ്പെടുത്താനോ അതൊന്നും കണക്കിലെടുക്കാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞിരുന്ന ആളുടെ കാലത്താണിത്. പറഞ്ഞത് ആ വഴിക്ക് പോയി ഉമ്മൻചാണ്ടി വലിയ പോലീസുകാരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു. അവര് തന്നെ അവരെ ഇത് മുഴുവൻ കണ്ടിട്ടുള്ള ആളാണ്. അവർ സത്യം പറഞ്ഞെടുത്ത് അവരെ വിശ്വസിക്കുന്നു കിട്ടും. ഈ കാര്യത്തിൽ തർക്കമൊന്നും വേണം. ഉമ്മൻചാണ്ടി എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ബാക്ക് മാർക്കാണ്, നിഷേധിച്ചിട്ട് കാര്യമില്ല. ശ്രീ PC ജോർജ്, താങ്കൾ പറയുന്നത് ക്ലിയർ ആകുന്നില്ല. അല്പം കൂടി റേഞ്ചിലേക്ക് നിൽക്കാൻ കഴിയുമോ? വ്യക്തമാകുന്നില്ല. ക്ലിയർ ആകുന്നില്ല. ഞങ്ങൾ താങ്കളിലേക്ക് തിരികെ വരാം. ഒരിക്കൽ കൂടി വിളിക്കാം, ഒരിക്കൽ കൂടി താങ്കളിലേക്ക് എത്താം. വളരെ വേഗത്തിൽ തന്നെ വരാം. രാജേന്ദ്രൻ, ഇതാണ് സലിം രാജ് ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞല്ലോ, അതിൽ സന്തോഷം. അത് പൂർണ്ണമായും സത്യമാണ്. കാരണം സലിം രാജിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്നു, മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു എന്നാണ് ഒരു കാലത്ത് ഉമ്മൻചാണ്ടിയുടെ നാവായിരുന്ന PC ജോർജ് പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇതിനകത്ത് ഈ ഉമ്മൻചാണ്ടി
ഒരു സംരക്ഷണ കവചമൊരുക്കിയിരുന്നത് ഒന്ന് ഇതിനകത്ത് മുഖ്യ കഥാപാത്രമായ സരിതയെ ഒപ്പം നിർത്തിക്കൊണ്ടായിരുന്നു. സരിത ഉമ്മൻചാണ്ടിയുമായി പിണങ്ങി, സരിത സത്യങ്ങളെല്ലാം തന്നെ വിളിച്ചു പറഞ്ഞു. സരിത സോളാർ കമ്മീഷൻ മുമ്പാകെ വളരെ നിർണായകമായ മൊഴി നൽകി. ഈ മൊഴിയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ, സരിത നൽകിയ മൊഴിയുടെ ഒരു പ്രത്യേകത ഇതിനകത്ത് വാക്കാലുള്ള തെളിവുകൾ മാത്രമല്ല, ഓരോ മൊഴിക്കും അനുബന്ധമായ ഈ സാങ്കേതികമായ തെളിവുകൾ, ടെലിഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ, ടെലിഫോൺ സംഭാഷണങ്ങൾ, തമ്പാനൂർ രവിയുമായി സംസാരിച്ചതിൻ്റെ സംഭാഷണങ്ങൾ, ഇതെല്ലാം വളരെ നിർണായകമാണ്. ക്രിമിനൽ കേസുകളിൽ വളരെ നിർണായകമാണ്. മറ്റൊന്ന്, ഈ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത വിശ്വസനായ സലിം രാജ് ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് കേസിൽ ദോഷകരമായി മാറിയേക്കാവുന്ന തെളിവുകൾ നൽകുന്നു. മൂന്നാമത്, ഈ അന്വേഷണം നടത്തിയ 2 ഉദ്യോഗസ്ഥന്മാർ അവർ ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നതിന് വളരെ വിശ്വസനീയമായ തെളിവുകൾ വന്നിരിക്കുന്നു. ഇനിയും ഒരുപാട് തെളിവുകൾ. ഇതിനകത്ത് ഏറ്റവും ആദ്യം തന്നെ കാര്യം തുറന്നു പറഞ്ഞത് ശ്രീധരൻ നായരാണ്. ഈ തട്ടിപ്പിനിരയായ ശ്രീധരൻ നായരാണ് ഏറ്റവും ആദ്യം ഒരു നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സോളാർ തട്ടിപ്പിനിരയായ നിരവധി പേരുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എണ്ണിയാൽ തീരാത്തത്ര കേസുകളുണ്ട്. ഈ കേസുകളെല്ലാം തന്നെ പലരും തന്നെ ഇതിനകത്ത് തട്ടിപ്പിനിരയായവരിലെ വലിയൊരു വിഭാഗം അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി വളരെ ശക്തനായിരുന്നു. സ്വാഭാവികമായും ഒരു മുഖ്യമന്ത്രിക്കെതിരായി തെളിവ് നൽകാനും മൊഴി നൽകാനും ഒന്നും ധൈര്യപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ആ സാഹചര്യമെല്ലാം തന്നെ പൂർണ്ണമായി നീങ്ങി. സ്വാഭാവികമായിട്ടും ഇനി കൂടുതൽ പേർ തെളിവുകൾ നൽകും. കൂടുതൽ മറ്റൊന്ന്, ഈ കേസിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ഈ അഴിമതി കേസുകളെ പറ്റി സ്വതവേ പറയാറുള്ളത്, ഈ അഴിമതി കേസുകൾ തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണെന്നാണ്. ഇന്ത്യയിൽ തന്നെ, നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അഴിമതി കേസുകൾ ശിക്ഷിക്കപ്പെട്ട നേതാക്കന്മാരുടെ എണ്ണം പറഞ്ഞാൽ വളരെ കുറവാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം ഈ സോളാർ കേസിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതിനകത്ത് കൃത്യമായ തെളിവുകൾ, പണം കൈമാറിയതിന് തെളിവുകൾ, പണം കൈമാറിയത് ഇതുമായി ബന്ധപ്പെട്ടാണെന്ന് തെളിയിക്കുന്നുള്ള സാങ്കേതികമായ തെളിവുകൾ, ടെലിഫോൺ രേഖകൾ, ഇതെല്ലാം തന്നെ ഇതിനകത്ത് നിർണായകമാവും. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു കേസിൽ ബംഗളൂരു കോടതി ഉമ്മൻചാണ്ടിയെ ശിക്ഷിച്ചത്. സ്വാഭാവികമായിട്ടും സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ, കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇനി വരും. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇതാണ്, സോളാർ കമ്മീഷൻ മുമ്പാകെ തന്നെ ഒരു ഹർജിയുണ്ട്. ഉമ്മൻചാണ്ടിയെ വീണ്ടും വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു ഹർജിയുണ്ട്. യാതൊരു സംശയവും വേണ്ട, തെളിവുകൾ, ഇത്രയും ശക്തമായ തെളിവുകൾ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ വീണ്ടും വിസ്തരിക്കേണ്ടി വന്നേക്കാം. നമ്മൾ അതാണ് മനസ്സിലാക്കി. ഇപ്പോൾ ഇതാ പുതിയ സലിം രാജ് നേരത്തെ ഉമ്മൻചാണ്ടിയെ വിസ്തരിക്കുന്ന ഘട്ടത്തിൽ, മൊഴിയെടുക്കുന്ന ഘട്ടത്തിൽ ഈ സലിം രാജിന്റെ ഈ ഒരു വെളിപ്പെടുത്തലില്ല. അതുപോലെ അന്ന് സരിത ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ രീതിയിലാണ് പറഞ്ഞിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം നേരത്തെ വളരെ ദീർഘമായ ഒരു അന്ന് നടന്നത്, മണിക്കൂറുകൾ നീണ്ട ഒരു വിസ്താരം നടന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ സാഹചര്യമാണ്. ഈ പുതിയ തെളിവുകൾക്ക് മേലുള്ള ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം അത് നിർണായകമാണ്. കാരണം പുതിയ മൊഴികൾ മാത്രമല്ല, പുതിയ മൊഴികൾ സത്യസന്ധമാണെന്ന് തെളിയിക്കുന്ന സാങ്കേതികമായ തെളിവുകൾ, ഇതിനെല്ലാം തന്നെ അദ്ദേഹത്തിന് ഉത്തരം പറയേണ്ടി വരും. സ്വാഭാവികമായും വീണ്ടും ഒരിക്കൽ കൂടി ഉമ്മൻചാണ്ടിയെ സോളാർ കമ്മീഷൻ വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതകൾ അത് വളരെ വലുതാണ്. ഒരു കാര്യം വളരെ ഉറപ്പാണ്, സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് മേൽ കൂടുതൽ കുരുക്കുകൾ മുറുകുകയാണ്. ഇപ്പോൾ ഈ പുതിയ വെളിപ്പെടുത്തലുകളും തെളിവുകളും വരുമ്പോൾ അന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് ഉമ്മൻചാണ്ടി കരുത്തനായിരുന്നു, ഹൈക്കമാൻഡിന്റെ മുൻപിൽ ഇവിടെ കരുത്തനായിരുന്നു, കാരണം വിജയങ്ങൾ നേടി നിൽക്കുന്ന ഒരു സമയം. പക്ഷേ ഇന്നിതിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരിക്കുന്നു, തദ്ദേശത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഉമ്മൻചാണ്ടി ദുർബലനാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ DCC പ്രസിഡന്റുമാരുടെ നിയമനത്തിൽ അത് നമ്മൾ കാണുകയും ചെയ്തതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ ആ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് കൂടി ഇത് എത്രമാത്രം, ഈ പുതിയ വെളിപ്പെടുത്തലുകൾ എത്രമാത്രം ബാധിക്കും? അത് തീർച്ചയായിട്ടും ബാധിക്കും. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട് തന്നെ അത് നമുക്ക് ഇപ്പോൾ തന്നെ ബോധ്യപ്പെട്ടതാണ്. കാരണം ദേശീയ തലത്തിൽ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു വാർത്താ സമ്മേളനം തന്നെ, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. അഴിമതി ഒരു പ്രധാനപ്പെട്ട വിഷയമാകുന്നു. ഈ നോട്ട് മാറ്റവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ അഴിമതി നടന്നിരിക്കുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ, അതും ഉമ്മൻചാണ്ടി കൂടി പങ്കാളിയായ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. അത്തരത്തിലൊരു ഘട്ടത്തിൽ ആ പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തെ ഒരു മുൻ മുഖ്യമന്ത്രി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ വലിയ വെളിപ്പെടുത്തലുകൾ, നിർണായകമായ തെളിവുകൾ വരുമ്പോൾ ഹൈക്കമാൻഡിന് സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിയെ സംരക്ഷിക്കാൻ സാധിക്കില്ല. ഒന്ന് സംരക്ഷിക്കേണ്ട ആവശ്യം. ശ്രീ ജോസഫ് വാഴക്കൻ കൂടി ചേരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കോൺഗ്രസിന്റെ അഭിപ്രായം നമുക്ക് കേൾക്കാം. ശ്രീ ജോസഫ് വാഴക്കൻ, ഉമ്മൻചാണ്ടി തന്റെ ഫോണിലൂടെ സരിതയെ വിളിച്ചിരുന്നു, നേരെ തിരിച്ച് സരിത തന്റെ ഫോണിലൂടെ ഉമ്മൻചാണ്ടിയുമായും സംസാരിച്ചിരുന്നു എന്ന് സലിം രാജ് സോളാർ കമ്മീഷന് മുമ്പിൽ മൊഴി നൽകിയിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഈ സലിം രാജ് എന്ന് പറയുന്ന ആളിന്റെ വിശ്വാസ്യത ഇപ്പോഴെങ്കിലും അംഗീകരിച്ചല്ലോ. ഇത്രയും കാലം ഈ ചാനലുകൾ, പ്രത്യേകിച്ച് കൈരളിയൊക്കെ
ഈ സലിം രാജിനെ ഈ രാജ്യത്തെ ഏറ്റവും വലിയൊരു തട്ടിപ്പുകാരനായിട്ടാണ് കൂട്ടിയിരുന്നത്. അത് ഞാനും ആ ഒരു അഭിപ്രായം തന്നെയാണ്. നിങ്ങളുടെ ആ അഭിപ്രായത്തിൽ തന്നെ നിൽക്കുക. വലിയൊരു കുറ്റവാളി അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ വളരെ നേരത്തെ തന്നെ, കാരണം ഈ ജോപ്പനെയും ജിക്കുവിനെയും ഒക്കെ പുറത്താക്കുന്ന കൂട്ടത്തിൽ തന്നെ പുറത്താക്കപ്പെട്ടിട്ടുള്ള ആളാണ് സലിം രാജ്. സലിം രാജിന് ഒരു സംരക്ഷണവും ഈ ഗവൺമെന്റിൽ നിന്ന് അന്ന് കൊടുത്തിട്ടില്ല. ആ സലിം രാജിനെ പിന്നീട് കോഴിക്കോട് വെച്ച് മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്യുകയും ഒട്ടനവധി കേസുകൾ സലിം രാജിന്റെ പേരിൽ ആ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ചുമത്തുകയും സമ്മതിച്ചു ശ്രീ ജോസഫ് വാഴക്കൻ. ശരി, അതൊക്കെ ഉണ്ട്, സമ്മതിച്ചു. പക്ഷേ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ ഒരു കാലത്ത് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ്, മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ശ്രീ സലിം രാജ്. മനസാക്ഷി സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ആയിരുന്നു അദ്ദേഹത്തിന്റെ. പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, അയാളെ പോലെയൊക്കെയുള്ള ആളുകളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങൾക്ക് വേണ്ടി അയാളുടേതായ താല്പര്യങ്ങൾ ഉണ്ടാകാം, എന്തെങ്കിലുമൊക്കെ പറയിപ്പിച്ചിട്ട് വെറുതെ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ആളുകളെയൊക്കെ വീണ്ടും തേജോവധം ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നതൊന്നും ഒട്ടും ശരിയായ ഒരു കാര്യം അല്ല. ഇത് ആരും നിർബന്ധിച്ച് പറയിപ്പിച്ചതല്ല. അദ്ദേഹം പോയി സോളാർ കമ്മീഷന് മുമ്പിൽ മൊഴി നൽകിയതാണ്, ആരും നിർബന്ധിച്ച് പറയിപ്പിച്ചതല്ല. നിർബന്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇനിയിപ്പോ കൂടുതൽ അന്വേഷണം നടത്തിയാൽ. അദ്ദേഹം മോശപ്പെട്ട ആളായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിനെ കൂടെ നിർത്തിയ സമയത്ത് നിങ്ങൾ ചോദിക്കാണ്ടിരുന്നത്? അന്ന് അദ്ദേഹം നല്ലവനായിരുന്നു. അപ്പൊ നമ്മളെ എല്ലാവരുടെയും കൂടെ നിൽക്കുന്ന ആളുകൾ ശരിയാവണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല, കൂടെ നിന്ന് കഴിഞ്ഞ് കൂടെ നിന്ന് കുറച്ച് കഴിയുമ്പോഴാണല്ലോ ഇവരൊക്കെ കുഴപ്പക്കാരാണെന്ന് ബോധ്യപ്പെടുമ്പോഴാണല്ലോ പുറത്താക്കുന്നത്. അങ്ങനെ എത്രയോ ആരെല്ലാം മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോൾ ഇത് സലിം രാജ് ആരോ നിർബന്ധിച്ച് പറഞ്ഞതാണ് എന്നാണോ താങ്കൾ പറയുന്നത്? അത് സരിതയും സലിം രാജും ഇവരെല്ലാം കൂട്ടുകമ്പനിയാണ്. ഇവരൊക്കെ അതിനകത്തൊക്കെ പല ആളുകളും ഉണ്ട്, രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ സമയത്തൊക്കെ എന്തൊക്കെയാ സരിത വിളിച്ചു പോയത്. അല്ല, ഈ അങ്ങനെ പറയാൻ കഴിയുമോ ശ്രീ ജോസഫ് വാഴക്കൻ? കാരണം തന്റെ ടെലിഫോണിൽ നിന്ന് വിളിച്ചു എന്നൊക്കെ അങ്ങനെ അത്ര എളുപ്പത്തിൽ പറയാൻ പറ്റുമോ? കാരണം രേഖകളൊക്കെ പരിശോധിച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ മാത്രമാണല്ലോ. മാത്രമല്ല, ഈ സരിത മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ആ ചിത്രം വരെ പുറത്തു വന്നല്ലോ, അതൊക്കെ മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ. അല്ല, ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ, കേരള സർക്കാരിന് 5 നയ പൈസ നഷ്ടപ്പെട്ടിട്ടുള്ളൊരു കേസ് ഈ നിമിഷം വരെ ഈ കമ്മീഷന്റെ മുമ്പിലോ കേരളത്തിലെ ഏതെങ്കിലും കോടതികളിലോ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനുകളിലോ ഒരു കേസുമില്ല. സംസ്ഥാനത്ത് ഗവൺമെന്റിന് 5 രൂപ നഷ്ടപ്പെട്ടതായി സംസ്ഥാന ഗവൺമെന്റ് 5 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നല്ല അല്ലല്ലോ ശ്രീ ജോസഫ് വാഴക്കൻ. അതായത് അതല്ലേ പ്രധാനപ്പെട്ട ഞാൻ പറയുന്നത് കേൾക്കൂ. താങ്കൾ പറയുന്നത് ശരിയാണ്. സംസ്ഥാന ഗവൺമെന്റിന് 5 പൈസ നഷ്ടപ്പെട്ടിട്ടില്ല, സമ്മതിച്ചു. പക്ഷേ താങ്കളുടെ മുഖ്യമന്ത്രിക്ക് അടക്കമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ നാട് നീളം നടന്ന് തട്ടിപ്പ് നടത്തി, പലരിൽ നിന്നായി തട്ടിപ്പ് നടത്തി, അവർ പരാതി പറഞ്ഞു. ഇതൊക്കെ വരുമ്പോൾ അന്വേഷിക്കേണ്ടേ? അതിനൊക്കെയല്ലേ സർക്കാർ എന്ന് പറയുന്ന സംവിധാനം ഇവിടെ ഉള്ളത്. അതിനല്ലേ അന്വേഷിച്ചത്. സരിതയെ അറസ്റ്റ് ചെയ്യുകയും സരിതയെ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്തല്ലോ. അറസ്റ്റ് ചെയ്തതിന് ശേഷമാണല്ലോ ഈ പല കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നത്. അല്ല, അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കാര്യങ്ങൾ പുറത്തേക്ക് വന്നത്. അല്ല, സരിത നടത്തുന്ന സ്വകാര്യ ഏർപ്പാടൊക്കെ എങ്ങനെയാ അറിയുന്നത്? നിങ്ങളും ഞാനും അറിഞ്ഞിട്ടുള്ളത്, എല്ലാവരും അറിഞ്ഞിട്ടുള്ളത് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ തട്ടിപ്പിനെ തുടർന്ന് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴല്ലേ പുറത്തു വന്നിട്ടുള്ളത്. പിന്നെ എങ്ങനെയാ ബാക്കിയുള്ളത് അറിയുന്നത്? നമ്മളെല്ലാവരും അങ്ങനെ അറിഞ്ഞിട്ടുള്ളത്. ശരി, സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, അതായത് ഈ ഉമ്മൻചാണ്ടിനെ ബംഗളൂരു കോടതി ശിക്ഷിച്ചിട്ടുണ്ടല്ലോ, 1,61,00,000 രൂപ പിഴയടയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ സോളാർ കേസിൽ. അതൊക്കെ എങ്ങനെയാണ് അപ്പോൾ? അത് സരിതയായിട്ട് ബന്ധപ്പെട്ട കേസ്. സരിതയായിട്ട് ബന്ധപ്പെട്ട കേസല്ല, പക്ഷെ സോളാറുമായി ബന്ധപ്പെട്ട കേസ് തന്നെയാണല്ലോ. അല്ല, സോളാറുമായിട്ടും അല്ലല്ലോ ബന്ധപ്പെട്ടത്. അതിന്റെയൊക്കെ ബാക്കി കാര്യങ്ങൾ വരട്ടെ. ഒരു സിവിൽ കോടതിയില്, ഒരു മുനിസിപ്പൽ കോടതിയില് ഒരാള് വാലും തലയില്ലാതെ കൊണ്ടുപോയി കേസ് കൊടുത്ത് എക്സ്പാർട്ടി ആയിട്ട് വിധിച്ചിട്ട് ആ എക്സ്പാർട്ടി വിധിയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടം തന്നെയാണ്. അതൊന്നും വെച്ച് ഒരു ചാനലുകളൊന്നും അത്ര നിരുത്തരവാദപരമായ രീതിയിലൊന്നും പറയാൻ പാടില്ല. ഞങ്ങൾ ആദ്യമായി സോളാർ വാർത്ത പുറത്തുവിട്ട സമയത്ത് നിങ്ങളടക്കമുള്ളവർ ഇത് തന്നെയാണ് പറഞ്ഞത്, നിരുത്തരവാദപരമായ വാർത്തകളാണ് പുറത്തുവിടുന്നത് എന്നാണ് പറഞ്ഞത്. പിന്നീട് ആ വാർത്ത നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ ചുവടുവയ്പ്പുകളൊക്കെ താങ്കൾക്ക് അറിയാമല്ലോ. രാഷ്ട്രീയത്തിൽ ഒരുപാട് ചുവടുകൾ ഉണ്ടാകുമല്ലോ. ആ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് ശ്രീ ജോസഫ് വാഴക്കൻ. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് അല്ല, ഞാൻ പറയാമല്ലോ, പിണറായി വിജയന്റെ ലാവിലിന്റെ കാര്യത്തിൽ അച്യുതാനന്ദൻ ഉൾപ്പെടെ ആഘോഷിച്ചില്ലേ? എത്ര കാലം ആഘോഷിച്ചു, ഇപ്പോഴും നിൽക്കുകയല്ലേ കേസ്. അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയത്തിലുള്ളതാ, ഈ ആഘോഷങ്ങളും ഇതുപോലുള്ള അപവാദങ്ങളും ഒക്കെ. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ വഴിയായിട്ടുള്ള ആരോപണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് വളരെ വ്യാപകമായിട്ടുള്ള കാര്യമാണ്. ശരി, സമ്മതിച്ചു. ശരി ശ്രീ ജോസഫ് വാഴക്കൻ, നന്ദി. പ്രത്യേകിച്ച് രാജേന്ദ്രൻ, അദ്ദേഹം പറയുന്നത് ഇത് വെറും ആരോപണങ്ങൾ മാത്രമാണ്. അതായത് സലിം രാജിനെ ആരോ നിർബന്ധിച്ചത്, സരിതയോ അവരൊക്കെ ഒരു കൂട്ടുകമ്പനിയാണ്, അതിൻ്റെ പുറത്ത് ഇപ്പോൾ ഈ ശത്രുത ഉണ്ടായതിൻ്റെ പുറത്ത് വന്ന മൊഴികൾ മാത്രമാണ് ഇതെന്നാണ്. പക്ഷേ അങ്ങനെ മൊഴി കൊടുക്കാൻ പറ്റുമോ? കാരണം സാങ്കേതികമായ തെളിവുകൾ ഇത്ര ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ. അല്ല, ഇതിനകത്ത് ജോസഫ് വാഴക്കൻ്റെ അദ്ദേഹത്തിൻ്റെ പരിമിതി നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതേ ഉള്ളൂ. ജോസഫ് വാഴക്കൻ കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ്,
പരസ്യമായി ഇങ്ങനെ ഈ രീതിയിൽ ഒരിക്കലും തന്നെ ഉമ്മൻചാണ്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള നിലപാട് കൈക്കൊള്ളാൻ ജോസഫ് വാഴക്കന് സാധിക്കില്ല. പിന്നെ ജോസഫ് വാഴക്കൻ പറഞ്ഞ ഒരു വസ്തുത എന്ന് പറയുന്നത് ബംഗളൂരു കോടതി ഉമ്മൻചാണ്ടിയെ എസ് പാർട്ടിയാക്കിയ ഒരു കേസിനകത്താണ് വിധി പുറപ്പെടുവിച്ചതെന്നൊക്കെയാണ്. അതിനകത്ത് ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ അന്വേഷിച്ചില്ല എന്നത് തൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു വീഴ്ചയാണ്, പാളിച്ചയാണ് എന്ന് ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി നിയമം അറിയാത്ത ആളൊന്നുമല്ല. ഇതിൻ്റെ എല്ലാം പ്രത്യേകതകൾ നന്നായി അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിന് കൃത്യമായ നിയമോപദേശങ്ങളെല്ലാം കിട്ടി. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ കോടതിയിൽ ഹാജരാവാതിരുന്നത്. പക്ഷെ ഒരിക്കലും തന്നെ ഈ രീതിയിലൊരു വിധി ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല ഇതെല്ലാം തന്നെ ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയിരുന്നത്. എന്നാൽ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഒരു മുഖ്യമന്ത്രിയെ ഈ ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രിയെ ശിക്ഷിക്കുക എന്ന ഒരു അത്യപൂർവ നടപടി ബംഗളൂരു കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായത്. അതേ സമയത്ത് ഇപ്പോൾ ജോസഫ് വാഴക്കൻ ഈ രീതിയിൽ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെ KPC അധ്യക്ഷൻ VM സുധീരനോ കോൺഗ്രസ് ഹൈക്കമാൻഡോ ഒന്നും തന്നെ ഇതേവരെ ഈ വിഷയത്തിൽ ഉമ്മൻചാണ്ടിയെ ന്യായീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. സ്വാഭാവികമായും ഈ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ അതിപ്പോൾ ഇനി അത് കൂടുതൽ പ്രകടമാകുമെന്ന് തന്നെ പറയാം. ഉമ്മൻചാണ്ടിയെ നേരത്തെ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി വാദിക്കാനും ഉമ്മൻചാണ്ടിക്ക് വേണ്ടി രാഷ്ട്രീയ കരുനീക്കങ്ങളെല്ലാം നടത്താനുമായി കോൺഗ്രസിനകത്ത് എ ഗ്രൂപ്പിൽപ്പെട്ട നേതാക്കളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ഈ നമ്മുടെ ജോസഫ് വാഴക്കൻ അടക്കമുള്ളവരുടെ ഗ്രൂപ്പ് ഏത് രീതിയിൽ കോൺഗ്രസിനകത്ത് ഈ വിഷയത്തിൽ ഉമ്മൻചാണ്ടിനെ പ്രതിക്കൂട്ടിലാക്കിയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്കും കൂടുതൽ വാർത്തകൾക്കും വഴിവെക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയാണ് സലിം രാജ് ഇപ്പോൾ സോളാർ നൽകിയിരിക്കുന്നത്. തന്റെ ഫോണിൽ നിന്ന് ഉമ്മൻചാണ്ടി സരിതയെ വിളിച്ചിരുന്നു. നേരെ തിരിച്ച് സരിത തന്റെ ഫോണിലൂടെ ഉമ്മൻചാണ്ടിയോടും സംസാരിച്ചിരുന്നു. അന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റു പലരിലൂടെയുമാണ് ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചത് എന്നാണ് സോളാർ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ നിർണായകമായ പല വെളിപ്പെടുത്തലുകളും നൽകിയിരിക്കുന്നു. ADGP ആയിരുന്ന ഹേമചന്ദ്രനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹം അത് സ്റ്റേറ്റ്മെന്റായി രേഖപ്പെടുത്താനോ അത്തരത്തിലൊന്നും തയ്യാറായിട്ടില്ല എന്നടക്കമുള്ള വളരെ നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് സലിം രാജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സോളാർ കമ്മീഷന് മുൻപാകെ മൊഴി നൽകിയിരിക്കുന്ന. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.